ഞാൻ വിചാരിക്കുന്നത് ഞാൻ മാത്രമല്ല, ഒരുമാതിരിപ്പെട്ട ഈ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ട് എന്ന് ഇൻഫർമേഷൻ കിട്ടിയ എല്ലാവരും തന്നെ വളരെ നേരത്തെ തന്നെ പോസ്റ്റർ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും. പോസ്റ്റർ പ്രിന്റ് ചെയ്തു, വളരെ കുറച്ച്, ഞാൻ അങ്ങനെ ലക്ഷക്കണക്കിന് പോസ്റ്റർ ഒന്നും പ്രിന്റ് ചെയ്തില്ല. പിറ്റേ ദിവസം റോഡ് ഷോയ്ക്ക് ആവശ്യം വന്നാൽ അവിടെ അത്യാവശ്യം വേണ്ട പോസ്റ്റർ മാത്രം പെട്ടെന്ന് എറണാകുളത്ത് ഒരു പ്രസ്സിൽ കൊടുത്ത് പ്രിന്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അതൊരു വലിയ പ്രയാസമായിട്ടും ഞാൻ കാണുന്നില്ല. കാരണം അത് ഞാൻ എടുത്ത ഒരു മുൻകരുതലാണ്. എനിക്ക് കിട്ടിയ മെസ്സേജ് വെച്ച് ഞാൻ എടുത്ത ഒരു മുൻകരുതൽ മാത്രമാണ്. അത് മറിച്ച് മറ്റൊരു സ്ഥാനാർത്ഥി വന്നപ്പോൾ ഞാനത് വരുമെന്ന് തോന്നിയപ്പോൾ ഞാൻ ആ പ്രിന്റിങ് നിർത്തിവെക്കാനും അവിടെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒരു സ്വാഭാവികമായിട്ട് എടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ഒരു മുൻകരുതലായി മാത്രമേ അതിനെ കാണേണ്ടതായിട്ടുള്ളൂ. പിന്നെ അങ്ങനെ ഒരു അമിത ആഗ്രഹവുമായി മത്സരിച്ചേ തീരൂ എന്നുള്ള നിലയിലൊന്നും പോകുന്ന ഒരാളല്ല ഞാൻ കഴിഞ്ഞ 3.5 പതിറ്റാണ്ടായി ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിൽക്കുന്ന, പൊതുരംഗത്ത് എൻ്റെ സംഘടനയിൽ നിൽക്കുന്ന ഒരാളാണ്. മത്സരിച്ചില്ലെങ്കിലും, ഒരു കാലത്തും മത്സരിച്ചില്ലെങ്കിലും ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകയായിരിക്കും എന്നുള്ള നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരാൾ മാത്രമാണ് ഞാൻ. പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പം ഞാൻ പറയും, ഇതിനകത്ത് മറ്റൊരു സാഹചര്യം കൂടിയുണ്ട്. സംഘടനയിൽ വരുന്നത് തന്നെ മത്സരിക്കാനാണ് എന്ന ബോധ്യത്തോടെ വരുന്ന ആളുകളുണ്ടാകാം. പലതരത്തിലുള്ള ആളുകളാണല്ലോ സംഘടനയിൽ വരുന്നതും. ഇത് മത്സരിക്കാനും നിയമസഭയിൽ വരാനും പാർലമെൻറ്റിൽ വരാനും വേണ്ടി മാത്രമാണ് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ വന്നത്. അല്ലെങ്കിൽ വരുമ്പോൾ മുതൽ തന്നെ വളരെ കീ പോസ്റ്റുകളിൽ ഇരിക്കുകയും മത്സരിക്കാൻ വരുമ്പോൾ മുതൽ ഇന്ന് വരെ സുദീർഘമായി മത്സരിക്കാനുള്ള സാഹചര്യം ലഭിക്കുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് ഈ ഞങ്ങളെപ്പോലെ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു വികാരം ചിലപ്പോൾ മനസ്സിലാകണമെന്നില്ല. അത്തരത്തിലുള്ള ആളുകൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കമൻസ് പറയും. ഞാൻ അതിനെയൊന്നും കാര്യമായി കാണുന്നില്ല. ഞാൻ അങ്ങനെ ആരുടെയെങ്കിലും ഒരു കമൻറ്റിനനുസരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്ന ഒരാളുമല്ല ഞാൻ.